പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം ഈശോയെ അറിയുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ അടുത്തറിയുക. ഈ ഒരു 7 ദിവസം നമ്മൾ പ്രധാനമായും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെ ധ്യാനിച്ച് എവിടെയാണോ നമ്മുടെ പ്രതിഷ്ഠ എത്തി നിൽക്കേണ്ടത് നമ്മൾ അവിടെ നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുകയാണ്. ഇന്ന് 27-ാം ദിവസമാണ്. യേശുക്രിസ്തു ദൈവം തന്നെ എന്നുള്ളതാണ് നമ്മുടെ വിചിന്തന വിഷയം. നമുക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയമെന്ന് തോന്നിയേക്കാം. യേശുക്രിസ്തു ദൈവം തന്നെ. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു തുടക്ക കാലഘട്ടത്തിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ഈശോ ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ചും ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നാൽ ആദിമസഭയിൽ ഒരുപാട് പാഷണ്ഡതയ്ക്ക് വിഷയമായി തീർന്നു ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും. പലരും പറഞ്ഞു അവൻ മനുഷ്യനാണ്, പലരും പറഞ്ഞു അല്ല ഈശോ ദൈവമാണ്. പലപ്പോഴും ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഈശോയെ 100% ദൈവമായി കാണുമ്പോൾ അവൻ്റെ മനുഷ്യത്വം മറന്നുപോകുന്നു എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഈശോ 100% മനുഷ്യനും 100% ദൈവവുമാണ്. അതുകൊണ്ട് തന്നെ ഈശോ നമ്മളെപ്പോലെ ഒരുവൻ, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ, നമ്മുടെ വേദനകൾ നമ്മളെപ്പോലെ സഹിച്ചവൻ, നമ്മൾ ജീവിതത്തിൽ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ പ്രതികൂലതകളുടെയും നമ്മളെപ്പോലെ നടന്നവൻ, പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ സമൻ. എന്നാലോ അവൻ ദൈവമാണ്. 100% ദൈവവും 100% മനുഷ്യനും. ഇനി നമ്മൾ ചിന്തിക്കരുത് ഈ ദൈവത്വവും മനുഷ്യത്വവും കൂടെ ഇങ്ങനെ കൂടിക്കലർന്ന ഒരു വ്യക്തിത്വമാണ് എന്ന്. ഒരിക്കലുമല്ല. ഈശോയുടെ മനുഷ്യത്വം ഒരിക്കലും അവൻ്റെ ദൈവത്വത്തിൽ ഇടകലരുകയോ അവൻ്റെ ദൈവത്വം അവൻ്റെ മാനുഷികമായിട്ടുള്ള വേദനകളിൽ അവനെ താങ്ങുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈശോ കുരിശെടുത്തതും ഈശോ സ്നേഹിച്ചതും ഈശോ ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചതുമൊക്കെ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്. അവിടെ നമ്മൾ ചിന്തിക്കരുത് അവൻ ദൈവമായതുകൊണ്ട് ഇതെല്ലാം സാധിച്ചു എളുപ്പമായി എന്ന്. കാരണം മാനവകുലത്തിൻ്റെ എല്ലാ പാപങ്ങളും ഭാരങ്ങളും ഈശോ ചുമന്നത് അവൻ്റെ മാനുഷികമായ ശരീരത്തിലും മനസ്സിലുമാണ്. ദൈവമായിരിക്കെ തന്നെ. 1 യോഹന്നാൻ 5:20 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. അവനാണ് സത്യദൈവവും നിത്യജീവനും. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ വിചിന്തന വിഷയമായി നമുക്ക് ലഭിക്കുക യഥാർത്ഥ മരിയ വ്യക്തിയുടെ 61, 62 കണ്ണികളാണ്. അതിൻ്റെ സുപ്രധാനമായ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ എല്ലാ ഭക്തകൃത്യങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം പൂർണ്ണമായ ദൈവവും പൂർണ്ണമായ മനുഷ്യനുമായ യേശുവിലായിരിക്കണം. അല്ലെങ്കിൽ അവ വ്യതിചലിക്കുന്നതും വഴിതെറ്റിക്കുന്നതുമാണ്. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്, ആദ്യവും അന്ത്യവും. പൗലോസ്ലീഹ പറയുന്നത് പോലെ നാം അധ്വാനിക്കുന്നത് ക്രിസ്തുവിൽ സകലതയും പൂർണ്ണതയുള്ളവരാക്കുന്നതിനാണ്. അവിടുന്നിൽ മാത്രമാണ് ദൈവത്തിൻ്റെയും കൃപയുടെയും പൂർണ്ണത കുടികൊള്ളുന്നത്. സകല നന്മയും പൂർണ്ണതയും അവിടുന്നിലാണ്. അവിടുന്നിൽ സകല ആത്മീയ നന്മകളും നമുക്ക് ലഭിക്കുന്നു.
ക്രിസ്തുവെന്ന യഥാർത്ഥ അധ്യാപകനിൽ നിന്ന് മാത്രമേ നമുക്ക് എന്തെങ്കിലും പൂർണ്ണമായി പഠിക്കാനാവൂ. കർത്താവായ അവിടുന്നിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. ഈശോ ആരാണ് എന്ന് നമ്മൾ കൃത്യമായൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഈശോ ആരാണ് എന്ന് ദൈവം എങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാമോ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പരിശ്രമിക്കുന്നുണ്ട് വചനത്തിലൂടെ. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല ഉപമകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും ഒക്കെ മനുഷ്യപുത്രൻ ഞാനും പിതാവും ഒന്നായിരിക്കുന്നു, പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണ്, ഞാനാണ് വഴി, നിങ്ങൾക്കൊരു സഹായകനെ നൽകും, എൻ്റെ ശരീരം ഭക്ഷിക്കുക, ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതരെന്നേ വിളിക്കുകയുള്ളൂ, നിങ്ങൾ ശിഷ്യന്മാരല്ല, എനിക്ക് തരാനുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു. ദൈവത്തിൻ്റെ ഒരു നിലപാടും ദൈവം ദൈവമാണ് എന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ ഒരു മനുഷ്യാവതാരം ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിച്ച് നമുക്കൊരു മാതൃകയായത്. ഇങ്ങനെ സ്നേഹിക്കണം. കാരണം കർത്താവ് നേരിട്ടിറങ്ങി വന്ന് നമുക്ക് കാണിച്ചു തരിക ഒരു മാതൃക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. ഒരു ക്രിസ്ത്യാനിയെ കണ്ട ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം അവൻ സ്നേഹിക്കുന്ന രീതിയാകണം. അല്ലാതെ നമ്മുടെ പേര് കേൾക്കുമ്പോഴോ നമ്മൾ നടക്കുന്നത് കാണുമ്പോഴോ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ജപമാല ഇട്ടിരിക്കുന്നത് കാണുന്നതുകൊണ്ടോ നമ്മൾ ആഭരണങ്ങൾ എന്തെങ്കിലും ക്രിസ്ത്യൻ രീതിയിൽ ധരിക്കുന്നത് കൊണ്ടോ നമ്മുടെ ഭക്ഷണക്രമം കൊണ്ടോ അല്ല, സ്നേഹിക്കുന്ന രീതിയിൽ നിന്ന് ക്രിസ്ത്യാനിയാകണം ആണ് എന്ന് മനസ്സിലാക്കണം. കാരണം ക്രിസ്തീയത എന്ന് പറയുക ഒരു സ്നേഹവ്യാപന രീതിയും ഒരു സ്നേഹവ്യാപന മാർഗവുമാണ്. കാരണം ഈശോയ്ക്ക് ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അവിടുത്തെ സ്നേഹം നമുക്ക് പങ്കുവെച്ച് തരിക. കാരണം അവിടുന്ന് സ്നേഹമാണ്. ഉൽപ്പത്തി 1:27 അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം കിടപ്പുണ്ട്. അപ്പോൾ ദൈവം മനുഷ്യാവതാരം ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവം അന്ന് വരെ ബന്ധമില്ലാതിരുന്നൊരു കാര്യത്തിൽ ഇടപെട്ടു എന്നല്ല, ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും അവിടുന്നിൽ കൃപ സ്വീകരിച്ച് അവിടുന്നിൽ ജീവിക്കുവാനും അവിടുന്നിൽ വസിക്കുവാനുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുത്രൻ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. പരിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുള്ള നമ്മുടെ പുതിയല. അപ്പോൾ സ്നേഹമായ ദൈവം മാംസം ധരിച്ചതാണ് ഈശോ. നിയമാവർത്തനം 18:1 നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അതായത് എന്താകണം നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നിയമാവർത്തന പുസ്തകത്തിൽ വാഗ്ദത്ത നാട്ടിലേക്ക് ജനം കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് അരുളി ചെയ്യുകയാണ് എങ്ങനെയാണ് ഓരോരുത്തർക്കുമുള്ള ഓഹരി പങ്കുവെച്ച് കൊടുക്കേണ്ടതെന്ന്. ഓരോ ഗോത്രങ്ങൾക്കുമുള്ള മണ്ണ് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ലേവിയുടെ ഗോത്രത്തിന് ഒന്നും കൊടുക്കരുതെന്ന് കർത്താവ് പറയുക. പുരോഹിത ഗോത്രമായ ലേവിക്ക് ഒന്നും കൊടുക്കരുത്. കാരണം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ അത്ര അടുത്തറിയുകയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ആ സമൂഹത്തിനൊന്നും കൊടുക്കരുത്. കർത്താവ് എന്താ പറയുക? കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടുന്നായിരിക്കും അവരുടെ ഓഹരി. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് ഇൻ ദ ബൈബിൾ? പരിശുദ്ധ വചനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രോമിസ് എന്താ? ദൈവത്തെ തന്നെ തരാമെന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രോമിസ്. ദൈവം എൻ്റെ അനുഗ്രഹം തരാമെന്നല്ല, എന്നെ തരാം. ഞാനാണ് നിന്റെ ഓഹരി. ഇത് ഞാനാണ്, നീ ഭക്ഷിക്ക്. ഇത് ഞാനാണ്, നീ കുടിക്ക്. എന്നെ ഭക്ഷിക്ക്, എന്നെ കുടിക്ക്.
ഞാൻ നിന്നോട് ഒന്നായിത്തീരും. ഇത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സ്നേഹമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മേത്ത് ഒന്നും പറ്റാതെ, അല്ലേ, നമ്മുടെ ശരീരത്ത് തൊടാതെയാണ് നമ്മൾ സ്നേഹിക്കുക. പരിക്ക് പറ്റാതെ ശ്രദ്ധിച്ച് സ്നേഹിക്കാൻ അറിയാവുന്നവരാണ് നമ്മളിങ്ങനെ ബോർഡറിൽ നിൽക്കും. കൂടുതൽ സ്നേഹത്തിന് പോയാൽ, കൂടുതൽ കാര്യത്തിന് പോയാൽ ഒരുപക്ഷെ നമ്മൾ മുറിപ്പെടും. ഇങ്ങനെ മുറിപ്പെടാതെ നമുക്കിങ്ങനെ പാറ പോലെ ശിലാഹൃദയം കൊണ്ട് നടന്നാൽ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കി നമുക്ക് പരിക്ക് പറ്റാതെ പോകാം. എന്നാൽ അവസാനം സ്വർഗം ചോദിക്കും, നിന്റെ മുറിവുകൾ എവിടെ? ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ അഭയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിന് ഞാൻ എന്നെ സമർപ്പിച്ചത് നീ ഓർക്കുന്നില്ലേ? ഈശോ ചോദിക്കും, മകനെ, നീ ഞാനായി തീർന്നതിൻ്റെ അടയാളങ്ങൾ എവിടെ? നീ സ്നേഹിച്ചപ്പോൾ നീ എന്നെപ്പോലെ മുറിഞ്ഞതിൻ്റെ അടയാളങ്ങൾ എവിടെ? അപ്പോൾ നമുക്ക് ഈശോ, ഉദ്ധിതനായ ഈശോ വന്ന് അവൻ്റെ മുറിവുകൾ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി, തോമസേ, നീ ഇവിടെ വാ, നീ തൊട്ടു നോക്ക്, ഇത് ഞാൻ തന്നെ. ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടും മുറിവിൻ്റെ അടയാളങ്ങൾ അവൻ കൊണ്ടു നടന്നത് അത് അനേകർക്ക് സൗഖ്യമായി മാറേണ്ടതിന്, അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായതുകൊണ്ടാണ്. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന് ഒരു മുറിവുള്ളത് അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈശോയുമായി, ഈശോയുടെ പരിശുദ്ധ ഹൃദയവുമായി അനുരൂപപ്പെടണമെങ്കിൽ അവിടുത്തെ തിരുമുറിവുകളുമായി നമ്മൾ അനുരൂപപ്പെടണം. ഈശോ നമുക്ക് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈശോയെ നമ്മൾ സ്വന്തമായി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മൾ ഏൽക്കുന്ന മുറിവുകൾ. ലൂക്കായുടെ സുവിശേഷം 3:16 നാം വായിക്കുന്നു, യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. നമ്മൾ ദൈവമാകുമ്പോൾ, ഈശോ ദൈവം തന്നെ ആകുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു നിലപാട് യോഹന്നാൻ കാണിച്ചു തരിക. ഈശോ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ കഴുത്ത് നീട്ടി കൊടുക്കുക, കളം വിടുക. അവൻ വന്നു ഏലിയായുടെ തീഷ്ണതയോടെ, മോശയുടെ ധൈര്യത്തോടെ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം പോലെ കർത്താവിന് വഴിയൊരുക്കാനായിട്ട് വന്നു. എന്താ ഒരു വഴിയൊരുക്കല്? ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ വളഞ്ഞ വഴി പറ്റത്തില്ല. കാരണം പരിശുദ്ധനും പരിശുദ്ധനെന്ന് മാലാഖമാർ നിരന്തരം പ്രകീർത്തിക്കുന്ന ദൈവം, ഹോളി ഹോളി ഹോളി, വിശുദ്ധിയുടെ പെർഫെക്ഷനാണ് ദൈവം. അങ്ങനെ ഒരു ദൈവത്തിന് അനുതാപത്തിൻ്റെ ഒരു അരൂപി സ്വീകരിക്കാത്ത ജനം, പാപത്തെക്കുറിച്ചൊരു ബോധമില്ലാത്ത ജനം, പാപത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു ജനം, ആ ജനത്തിന് ദൈവവുമായി സംവദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 12 ദിവസങ്ങൾ നമ്മൾ ലോകാരൂപിക്കെതിരെ പോരാടിയത്. ഒരു വഴി ഒരുക്കപ്പെടണം. യോഹന്നാൻ വന്നു, വഴിയൊരുക്കി. എന്തൊരു സീനായിരുന്നു യോഹന്നാന്റെ നിപ്പ്. അണലി സന്തതികളെ, മയമില്ല, അനുതപിക്കുവിൻ. ജനം പേടിച്ചു പോയി. ആ നിപ്പ്, ലോക്കസ് എന്ന് പറയുന്ന ഒരു മരുഭൂമിയിലെ ഒരു ജീവിയെ ഭക്ഷിക്കുന്ന കാട്ടുതേനും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും കണ്ട ഏലിയായെ പോലെ തോന്നും. പലരും വിചാരിച്ച് ഏലിയ ഉയർത്തെഴുന്നേറ്റ് വന്നാന്ന്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ ഏലിയാവിനെ പോലെ അത്ര തീഷ്ണമതിയായ ഒരു പ്രവാചകനില്ല. ഇസ്രായേൽക്കാരുടെ വിശ്വാസത്തെ താങ്ങിയ പ്രവാചകനാണ് ഏലിയ. ഇത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇടയിൽ ബന്ധിപ്പിക്കുന്ന അവസാനത്തെ പ്രവാചകൻ. ഇവരുടെ എല്ലാവരുടെയും കൂടെ സമ്മിശ്രമായിട്ടൊരു മിക്സായിട്ടാണ് വന്നേക്കുന്നത്. മരിക്കാൻ റെഡിയായിട്ട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, പറഞ്ഞു വിടുന്നുണ്ട്, നീ തന്നെയാണോ? ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്, നീ തന്നെയാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നടക്കുന്ന കാര്യങ്ങൾ പോയി അവനോട് പറയുക, അടയാളങ്ങൾ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യോഹന്നാൻ സ്വീകരിച്ച നിലപാട് എന്ന് പറയാ, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ വഴിമാറിക്കൊടുക്കണം. ദൈവമാണ് ഒന്നാം പ്രമാണം. നമ്മൾ നമ്മുടെ സ്ഥലത്ത് തന്നെ കയറി ഇരുന്നിട്ട്, ഈശോയെ നീയും പോരെ, ഇതെൻ്റെ കസേര കേട്ടോ, വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കസേര
എൻ്റെ കസേരയാണ്, ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്ന കസേര. നമ്മുടെ കസേര നമുക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ പറ്റുകയുള്ളൂ. അവൻ ദൈവമാണ്. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പ്രധാനപ്പെട്ട കുറേ പേരുണ്ട്. ആ കൂടെ നീയും കൂടെ വന്നോ, എൻ്റെ സമർപ്പണം. അങ്ങനെ ഒരു സമർപ്പണം ദൈവം സ്വീകരിക്കത്തില്ല. കാരണം ദൈവം ദൈവമാണ്. അവൻ സർവത്തിൻ്റെയും സർവവുമാണ്, ആൽഫയും ഒമേഗയുമാണ്. നമ്മളിരിക്കുന്ന സ്ഥലം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. ഇന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ നിന്റെ ഹൃദയപ്രകാരമായിരിക്കും. ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ കുടുംബത്തിൽ നടക്കത്തില്ല. അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും യേശുപിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെയും നോവിപ്പിക്കുകയും നിന്ദിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും എൻ്റെ വീടിനകത്ത് നടക്കത്തില്ല. കാരണം ഈശോ കയറി. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ അതാ സംഭവിക്കുന്നത്. നമ്മളിനി വെറുതെ തോന്നിവാസം കാണിക്കരുത്. ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി തൊണ്ട പൊട്ടി വിളിച്ച് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ വരണമേ എന്നും പറഞ്ഞ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലോ ശിഷ്യന്മാരെന്താ ചെയ്തത്? ജീവിതം പരിശുദ്ധാത്മാവിന് വേണ്ടി വിട്ടുകൊടുത്തു. നമുക്ക് ദൈവത്തെ വെച്ച് കാര്യം നടത്താനുള്ളൊരു ബിസിനസ് ആണെങ്കിൽ ദയവ് ചെയ്ത് മണ്ടത്തരം ചിന്തിക്കരുത്. ദൈവം വന്നാൽ ദൈവം നമ്മളെ ഏറ്റെടുക്കും. കാരണം ദൈവം ദൈവമാണ്. അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെന്ന് ഉള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും സ്വപ്നമെങ്കിൽ മാത്രം നമ്മളൊരു സമർപ്പണത്തിന് നിന്നാൽ മതി. അല്ലെങ്കിൽ വെറുതെ എന്നാ പറയാം, ഘടകവിരുദ്ധമായ രീതിയിൽ യൂദാസ് കുർബാനയുടെ അരികിൽ ഇരുന്നത് പോലെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധ കുർബാന ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകരുതേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? സ്ഥലത്ത് നമ്മളുണ്ട്, ചെയ്യുന്ന പരിപാടിയിൽ നമ്മളുണ്ട്. നിനക്ക് ഇത്രയും അറിവ് കിട്ടി, നിങ്ങളുടെ അടുത്ത് ഈ വചനം പ്രഘോഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നമില്ല. നിങ്ങളുടെ അടുത്ത് ഈ ഇത്രയും കാര്യങ്ങൾ പ്രഘോഷിക്കപ്പെട്ടത് കൊണ്ട് അതിനാൽ നിങ്ങൾ വിധിക്കപ്പെടുമെന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ആരാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, അടയാളങ്ങളുടെ സുവിശേഷം, ഏറ്റവും മനോഹരമായി ഈശോ ആരാണെന്ന് നമുക്ക് വ്യക്തമാക്കി അടയാളങ്ങളിലൂടെ യോഹന്നാൻ പറയുന്നുണ്ട്. ഒന്നാമതായി യോഹന്നാൻ 6:35 ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഈശോ ജീവന്റെ അപ്പമാകുന്നു. അവിടെ ഒരു കാര്യം കൃത്യമാണ്, ഇത് ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്, അല്ലാത്തവനില്ല. യോഗ്യതയോടെ കുർബാന സ്വീകരണത്തിന് മുമ്പ് വൈദികൻ ചൊല്ലേണ്ട കുശാപ്പ പ്രാർത്ഥന, ചെറുതായി കുർബാന സ്വീകരണം കഴിയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാന എൻ്റെ ശിക്ഷാവിധിക്ക് കാരണമാകരുതേ. എൻ്റെ തമ്പുരാനെ ഞാൻ സ്വീകരിച്ചത് എൻ്റെ ശിക്ഷാവിധിക്ക് കാരണമാകരുതേ. തമ്പുരാനെ ഞാൻ വിളിച്ചത്, സ്വീകരിച്ചത്, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അടുപ്പിച്ചത് എൻ്റെ ശിക്ഷാവിധിക്ക് കാരണമാകരുതേ. കാരണം കൂടെ നിന്ന് ദൈവത്തെ നിന്ദിക്കാൻ പിശാചിനേക്കാൾ അധപ്പതിച്ചവനെ പറ്റുകയുള്ളൂ എന്ന വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുക. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യോഹന്നാൻ 8:12 നമ്മൾ വായിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശം തമ്പുരാനുണ്ടെങ്കിലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾക്കൊരു വ്യക്തതയുള്ളൂ, മുന്നോട്ട് നീങ്ങാൻ പറ്റുകയുള്ളൂ, നടക്കാൻ പറ്റുകയുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് അത്രയ്ക്കൊരു ആശ്രയബോധം വേണം. വെളിച്ചമില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? അത് ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആകുന്നു വാതിൽ. യോഹന്നാൻ 10:9 ഞാനാകുന്നു വാതിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്പുരാൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാതെ, അമ്മയുടെ വിമല ഹൃദയം വഴി തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് ചേരാതെ ഒരു പ്രവേശനമില്ല. അവിടുത്തെ ഹൃദയം എന്ന് പറയുമ്പോൾ, അവിടുത്തെ ഹൃദയത്തിൻ്റെ വാതിൽ എന്ന് പറയുമ്പോൾ സ്നേഹിച്ചതിൻ്റെ മുറിവ്, എത്ര കുത്തി നോവിച്ചാലും കത്തിയെരിയുന്ന സ്നേഹാഗ്നി ജ്വാല, അവൻ ഇനി എത്ര വേണേലും മുറിയപ്പെടാൻ തയ്യാറായി എന്നേക്കുമായി അവൻ അണിഞ്ഞിരിക്കുന്ന സഹനത്തിൻ്റെ മുൾമുടി. ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാൻ 10:11 നമുക്ക് ഈ ഏറ്റവും ബലക്കുറവുള്ള ആടിനെയാണ് ഈശോ ചുമലിലേറ്റിയിരിക്കുന്നത്. നല്ല ഇടയൻ്റെ ചിത്രവത, ഒരാട് ഇങ്ങനെ കാല് മടക്കിയ കർത്താവിൻ്റെ തോളിലിരിക്കുന്ന ബലക്കുറവുള്ളതിനെ തമ്പുരാൻ കൂടുതൽ സ്നേഹിക്കുന്നു. പാവികളായ നമുക്ക് വേണ്ടി അവിടുത്തെ ഹൃദയം ഏറെ ആഗ്രഹിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ജീവിക്കുന്നതും നമ്മുടെ പുനരുത്ഥാനവും നമ്മുടെ തുടർന്നുള്ള നിലനിൽപ്പും എല്ലാം
തമ്പുരാനിൽ മാത്രമാണ്. യോഹന്നാൻ 11:25, യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ വായിക്കുന്നു, ഞാൻ വഴിയും സത്യവും ജീവനും. നമ്മുടെ ജീവിതം, നമ്മൾ നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരമമായ സത്യം ഈശോ മാത്രമാണ്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. യോഹന്നാൻ 15:5. പ്രിയപ്പെട്ടവരെ, ഈ തമ്പുരാനോട് ചേർന്ന് നിന്നാലേ ഫലം പുറപ്പെടുവിക്കപ്പെടുകയുള്ളൂ. അല്ലാത്ത ഫലം തരാത്ത ശാഖകൾ വെട്ടിമാറ്റപ്പെടും, ഉപേക്ഷിക്കപ്പെടും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ട സമയത്താണ് നമുക്ക് നമ്മുടെ ഹൃദയം ഒരുക്കി ഈ സമർപ്പണത്തിൽ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ഫലങ്ങൾ, വലിയ കൃപയുടെ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. യഥാർത്ഥ മരിയഭക്തി 61-ാമത്തെ ഖണ്ഡിക. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, സത്യദൈവവും സത്യമനുഷ്യനുമായ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവാണ് സകല ഭക്തകൃത്യങ്ങളുടെയും പരമാന്ത്യം. ഈ അന്ത്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സകലതും അബദ്ധജടിലവും അസത്യപൂർണവുമാണ്. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും ആൽഫയും ഒമേഗയും, അഥവാ ആദിയും അന്തവും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിൽ എല്ലാവരെയും പരിപൂർണരാക്കാനാണല്ലോ നമ്മുടെ പ്രയത്നം. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണത അവിടത്തേക്ക് മാത്രമുള്ളതാണ്. കൃപാവരത്തിൻ്റെയും വിശുദ്ധിയുടെയും സുഹൃതങ്ങളുടെയും പൂർണ്ണതയും വിളനിലവുമാണ് അവിടുന്ന്. ആധ്യാത്മിക അനുഗ്രഹങ്ങളാൽ നാം സമ്പന്നരാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. അവിടുന്ന് ഒരുവനാണ് നമ്മെ പഠിപ്പിക്കേണ്ട ഗുരു, നാം ആശ്രയിക്കേണ്ട ഒരേ ഒരു നാഥൻ. നമ്മുടെ ശിരസ്സാണ് അവിടുന്ന്, നാം അനുകരിക്കേണ്ട ഏക മാതൃകയും, നമ്മെ സുഖപ്പെടുത്തേണ്ട ഏക ഭിഷഗ്വരനും, തീറ്റിപ്പോറ്റേണ്ട ഏക ഇടയനും, നമ്മെ നയിക്കേണ്ട ഏക വഴിയും, നാം വിശ്വസിക്കേണ്ട ഏക സത്യവും, നമ്മെ ഉത്തേജിപ്പിക്കുന്ന ഏക ജീവനും ക്രിസ്തുവാണ്. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിന്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാന്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ
അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്ദോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായി എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത് ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്നും, അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ,
ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച്, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. വിമല ഹൃദയാംബിക
പിതാവാം ദൈവത്തിനു ആരാധന, പുത്രനാം ദൈവത്തിനു ആരാധന, ആത്മാവാം ദൈവത്തിനും ആരാധന, ത്രിയേക ദൈവത്തിനും ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിനും ആരാധന, സ്തുതിക്കുന്നു. പുത്രനാം ദൈവത്തിനും ആരാധന, ആത്മാവാം ദൈവത്തിനും ആരാധന, ത്രിയേക ദൈവത്തിനും ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, സർവമഹത്വവും അങ്ങേക്ക്. പുത്രനാം ദൈവത്തിന് ആരാധന, സത്യമായും ദൈവമാകുന്നു. ആത്മാവാം ദൈവത്തിന് ഞാൻ അതരം കൊണ്ടും ഹൃദയം കൊണ്ടും ഏറ്റു പറയുന്നു, ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ, ഏക ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അങ്ങ് ഏക ദൈവമാണെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക സാന്നിധ്യമാണ് ഈ പരിശുദ്ധ കൂദാശയിൽ ഞങ്ങൾ അനുഭവിക്കുന്നതെന്നും ഞങ്ങളുടെ വിശ്വാസത്താൽ, ഞങ്ങളുടെ ഹൃദയത്താൽ, ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങയുടെ വലിയ കരുതലിന്, നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിന്, അങ്ങയുടെ കൃപകൾക്ക്, അങ്ങയുടെ കാരുണ്യത്തിന് സ്തോത്രം നാഥ, സ്തോത്രം നാഥ, ദൈവമേ, സ്തോത്രം നാഥ, നാളിതുവരെ വഴി നടത്തിയതിന്, സ്തോത്രം നാഥ, പാപങ്ങൾ ക്ഷമിച്ചതിന്, സ്തോത്രം നാഥ, ജീവൻ നൽകിയതിന്, ഹല്ലേലൂയ, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ദൈവമേ, ഹല്ലേലൂയ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സത്യദൈവത്തെ, ഹല്ലേലൂയ, ഓ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു ദൈവമേ. അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ. സർവ ആരാധനയ്ക്കും യോഗ്യനായവനെ, സർവ മഹത്വത്തിനും സർവ പുകഴ്ചയ്ക്കും ദൈവമേ അങ്ങ് മാത്രം യോഗ്യൻ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ സിംഹാസനത്തിന്റെ മുൻപിൽ ഞങ്ങളിതാ മുട്ടുമടക്കി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഇസ്രായേൽ ജനത്തിനോട് ഞാനാകുന്നു എന്നരുളി ചെയ്തവനെ,
നീ സത്യദൈവമാണ് എന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഓരോ കാൽവയ്പിലും, ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും, ഞങ്ങളുടെ ഓരോ തീരുമാനത്തിലും, ഞങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം മുഴുവനിലും ദൈവമേ, നീ ദൈവമാണെന്നുള്ള പ്രഘോഷണത്തിന്റെ ജീവിതമാക്കി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ ഏറ്റുപറയാം. അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, എൻ്റെയും ദൈവമായിരിക്കണമേ. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ദൈവമായിരിക്കണമേ. നീ ദൈവമാണ് എന്ന് എൻ്റെ ഓരോ ഹൃദയമിടുപ്പിലും ഞാൻ ഏറ്റുപറയുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ. അങ്ങേ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നാഴിക പോലും, ഒരു ഹൃദയമിടിപ്പ് പോലും ഉണ്ടാകരുതേ. വിശുദ്ധർ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. ദൈവമേ, ഞാനോ എൻ്റെ പ്രിയപ്പെട്ടവരോ ഈ തലമുറയോ ആരും അങ്ങേ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നതിനിടയാകരുതേ. 1 യോഹന്നാൻ 5:20 നാം വായിക്കുന്നു, ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയുവാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമേ, ഞങ്ങൾ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. യോഹന്നാൻ 8:24 വചനം ഞങ്ങളുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ ഞാൻ ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് സത്യത്തിന്റെ ആത്മാവിനെ മാത്രമേ ഏറ്റുപറയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ അധരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട്, ഞങ്ങളുടെ അന്തരാത്മാവിൽ നീ സത്യമായും ദൈവം തന്നെയെന്ന് ഏറ്റുപറയുന്ന ഒരു ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ വചനം ദൈവമേ നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നല്ലോ. സ്നാപക യോഹന്നാൻ പ്രവാചകന്മാരിലെ അവസാനി ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഏലിയായുടെ ചൈതന്യത്തോടെ, മോശയുടെ ധൈര്യത്തോടെ ഏറ്റുപറഞ്ഞവൻ. ലൂക്കാ സുവിശേഷം 3:3 ദൈവമേ ഞങ്ങളത് സ്വീകരിക്കുന്നു. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോർദാന്റെ സമീപ പ്രദേശങ്ങളിൽ യെശയ്യാ പ്രവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി കർത്താവിന് വഴിയൊരുക്കുവാനും അവന്റെ പാത നേരെയാക്കുവാനും വന്ന യോഹന്നാൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലകളും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ലൂക്കാ 3:16 നിന്നെക്കുറിച്ച് യോഹന്നാൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. യോഹന്നാൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. ദൈവമേ, എന്തോ ഒരു വലിയ കാരുണ്യമാണ്. പുറപ്പാട് പുസ്തകം 25:8 ഞങ്ങൾ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് വിശുദ്ധ കൂടാരം സജ്ജമാക്കണം.
യെശയ്യാ 7:14. അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ 8:8 അഭിഷേകം. ആ പ്രവാഹം അതിന്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും. അത് യൂദയായിലേക്ക് കടന്ന് കരകവിഞ്ഞൊഴുകും, കഴുത്തോളം എത്തും. ഇമ്മാനുവേലേ, അതിന്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്താകെ മൂടിക്കളയും. മത്തായി 12:21-23. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെതുമായ ഏക ദൈവത്തിൻ്റെതുമായ മഹത്വം. ഇമ്മാനുവേൽ, ദൈവമിതാ നമ്മോട് കൂടെ. ദൈവം നമ്മോടു കൂടെ. ആമേൻ. യഹോവയാ ദൈവമേ, ദൈവം നമ്മോടു കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടു കൂടെ. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. മോശ കണ്ട ദൈവം, ഏലിയ ദർശിച്ച ദൈവം, അബ്രഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും പൂർവ്വപിതാക്കന്മാരുടെയും ദൈവം, മരുഭൂമിയിൽ മന്ന പൊഴിച്ച ദൈവം, ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് ചെങ്കടൽ പിളർത്തി കൈപിടിച്ച് കൊണ്ടു നടന്ന ദൈവം, കാണപ്പെടുന്ന സാന്നിധ്യമായി, പകൽ മേഘമായി, രാത്രി ദീപമായി ഇസ്രായേൽ ജനത്തെ അനുധാവനം ചെയ്ത ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. യഹോവയാ, സത്യദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവം നമ്മോട് കൂടെ. ഈശോ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇമ്മാനുവേൽ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മോട് വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കും മക്കളെ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. കുരിശിൽ ചിന്തപ്പെട്ട രക്തം, കുരിശിൽ മുറിഞ്ഞ അവന്റെ മാംസം, പരിശുദ്ധ പരമദിവ്യകാരുണ്യമായി കാണപ്പെടുന്ന സാന്നിധ്യമായി ഈശോ ഇതാ നമ്മുടെ കൂടെ. പൂർവപിതാക്കൾ തൻ കർത്താവാകിയ ദൈവം നമ്മോട് കൂടെ. ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, ജനതയ്ക്കും ദർശനമേകി ദൈവം നമ്മോട് കൂടെ. കരുത്തേകിയ ദൈവം, ഈജിപ്തിൻ അടിമത്ത ചങ്ങല നീക്കിയ ദൈവം നമ്മോട് കൂടെ. വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ നയിച്ച ദൈവം, ഭൂമിയെ ജനതയ്ക്കു നൽകിയ ദൈവം നമ്മോട് കൂടെ. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഇമ്മാനുവേൽ, ഭൂമിയെ ജനതയ്ക്കു നൽകി ദൈവം നമ്മോട് കൂടെ. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിക്കുന്ന ദൈവം നമ്മോട് കൂടെ. ഏറ്റുപറഞ്ഞേ. യഹോവയാ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, 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 ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലെ വറുതിയുടെ കാലത്ത്, വിശപ്പിന്റെ കാലത്ത് അവർ ദൈവത്താൽ കൈവിട്ടപ്പെട്ടു എന്ന് പോലും തോന്നി. മോശയും അഹ്റോനോടും അവര് മല്ലടിച്ചപ്പോൾ സ്വർഗത്ത് നിന്ന് ദൈവം പൊഴിച്ച മന്ന ഇതാ ഈ യാത്രയിൽ, ഈ ആത്മീയ വറുതിയുടെ കാലത്ത്
നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തതയിലും ഒറ്റപ്പെടലിലും വേദനയിലും സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ നമ്മുടെ കൂടെ. വചനം മാംസമായി മണ്ണിതിൽ വന്നൊരു ദൈവം നമ്മോടു കൂടി. പരിശുദ്ധ അമ്മയുടെ കന്യോദരത്തിൽ വന്ന ദൈവം, ജീവനെ നമുക്കായി ഹോമിച്ച ദൈവം നമ്മോടു കൂടി. ബലിയായി തീർന്ന ദൈവം, രക്ഷക സ്രോതസ്സം കൂദാശകൾ വഴി ദൈവം നമ്മോട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി അൾത്താരവേദിയിൽ അനുദിന വീതി ദൈവം നമ്മോട്. ദൈവമേ, ദിവ്യകാരുണ്യ അനുഭവം ഞങ്ങൾക്ക് തരണമേ. അൾത്താരവേദിയിൽ അനുദിന വീതി ദൈവം നമ്മോട്. ഞങ്ങളുടെ ബലിയർപ്പണങ്ങൾ ഞങ്ങൾക്ക് അനുഭവമാകുന്നില്ല ദൈവമേ. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേ, ഇമ്മാനുവേ, 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 ദൈവം ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈശോ ഒറ്റ വിളിച്ച് ചങ്കുപൊട്ടി ഈശോ എന്ന് വിളിച്ചേ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനേകരുടെ മുറിവുകളെ ദൈവം തൊടുന്ന സമയമാണ്. ഈശോ മകനെ, മകളെ എന്ന് വിളിച്ച് നിങ്ങളുടെ വീഴ്ചയിൽ, കുറവിൽ, വേദനയിൽ കർത്താവ് സാന്നിധ്യം നൽകി നിങ്ങളെ പിടിച്ചു ഉയർത്തുന്ന സമയമാണ്. നിങ്ങളുടെ വേദനകളിൽ കരയുന്ന കണ്ണുകൾ ദൈവം ഒപ്പുന്ന സമയം. അനേകം മക്കളുടെ കണ്ണുനീർ ഇതാ തമ്പുരാൻ തുടയ്ക്കുന്നു. ഞാൻ നിന്റെ ദൈവമല്ലേ കുഞ്ഞേ, ഞാൻ നിന്റെ കൂടെ ഇല്ലേ മകനെ, മകളെ. ദൈവം ബലപ്പെടുത്തുന്ന സമയമാണ്. കർത്താവിന്റെ തങ്കമാറിലേക്ക് അനേകർക്ക് ഇപ്പോൾ ചാഞ്ഞിരിക്കുവാനുള്ള കൃപ ദൈവം തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ, കരയരുതേ എന്റെ പൊന്നു മകനെ, മകളെ. ഇനി എൻ കൺമണിയേ, ഞാൻ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഇവിടുത്തെ സാന്നിധ്യത്തോട് ചേർന്ന് ഞാൻ നിന്റെ ദൈവമല്ലേ. ഇവിടുത്തെ പരിശുദ്ധ ഹൃദയത്തോട് ചേർന്ന് നിന്നേ. കരയരുതേ ഈശോ, ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. യോഹന്നാൻ 6:35. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയിൽ നാം കാണുന്നു, നിങ്ങൾ ആ പഴം ഭക്ഷിച്ചാൽ മരിക്കും. ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ ജീവിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ദൈവമേ, യോഗ്യതയോടെ നിന്നെ സ്വീകരിക്കുവാൻ, നീ ദൈവമാണ് എന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ അമ്മ മാതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക്, വിമല ഹൃദയത്തിലേക്ക്, കന്യോദരത്തിലേക്ക് എങ്ങനെയാണോ നീ എഴുന്നള്ളി വന്നത്, അതുപോലെ പരിശുദ്ധ സക്രാരികളിൽ നിന്ന്, ദൈവമേ, പരിശുദ്ധ മധുബഹയിൽ നിന്ന് നീ തീർത്ഥാടനം ചെയ്ത് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നിന്നെ വേദനിപ്പിക്കുന്ന ഹൃദയമായി തീരാതിരിക്കുവാൻ അമ്മ മാതാവിന്റെ പോലെ ഒരു ഹൃദയം, നിർമ്മല ഹൃദയം എനിക്കും തരണമേ. ദൈവമേ, അങ്ങേ നിന്ദിക്കുന്ന ഇടമായി എൻ്റെ ഹൃദയം മാറാതിരിക്കട്ടെ. നീ ദൈവമാണ് എന്ന്, നീ എൻ്റെ സർവവുമാണ് എന്ന്
ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതവും ഒരു ഹൃദയവും എനിക്ക് നീ നൽകണമേ. ആഗ്രഹത്തോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കാം. ദിവ്യകാരുണ്യം അനുഭവമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ, ആരാധന സ്തുതിയേശുവേ,